ഹലോ, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. സദ്യ സ്പെഷ്യൽ തോരൻ, അതായത് തൃശ്ശൂർ സൈഡിലേക്കുള്ളൊരു തോരനാണ്. കേബേജ് അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തോരൻ. അതിന് മുന്നേ നമ്മൾ എന്താ പറയാറ്? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സദ്യ സ്പെഷ്യൽ കേബേജ് തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കേബേജ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഞ്ഞതായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ സദ്യയിലൊക്കെ കാണാറില്ലേ, അപ്പോൾ അധികം ക്യാരറ്റൊന്നും ഇടില്ല. ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ക്യാരറ്റ് തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അടുത്തത് കടലപ്പരിപ്പ് ആവശ്യമുണ്ട്. ഇതിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്. കടലപ്പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പിടി കടലപ്പരിപ്പ്, അതായത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കേണ്ട, പകുതി വേവാക്കി ഇതുപോലെ കിട്ടിയാൽ മതി. അപ്പോൾ നന്നായി വേവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? കേബേജിലിട്ടിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി വേണ്ടത് കടുക് വറുക്കാനുള്ളതാണ്. കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജീരകം, പിന്നെ വറ്റൽമുളക്, ചെറുതാക്കി കട്ട് ചെയ്ത സവോളയുടെ ഒരു പകുതി, പിന്നെ 2 പച്ചമുളക് വേണം, അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക, പിന്നെ നാടൻ വെളിച്ചെണ്ണ. തോരനാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങി. ഇനി എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ജീരകം ആഡ് ചെയ്യണ്ടേ? ജീരകം ഒരു പിഞ്ചാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ഒരു പിഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടണമെന്നേ ഉള്ളൂ. ഇനി വേണ്ടത് വറ്റൽ മുളകാണ്. അത് 1, 2, 3 ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മുഴുവൻ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സ് ആവട്ടെ. അതിന് ശേഷം നമ്മളുടെ സവോള, ഒരു അരമുറി സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? പച്ചമുളക് 2 എണ്ണം മുഴുവനായിട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങനെ ഫ്രൈ ഒന്നും ആവണ്ട, കുറച്ച് വാടി കിട്ടിയാൽ മതി. ഇനി അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കുക. വീട്ടിലൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പുറമേ നിന്ന് എടുക്കുന്നത് ഇത്ര സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക പറ്റുന്നവർ. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ല ടേസ്റ്റൊക്കെ കിട്ടും, സദ്യയിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് പറഞ്ഞത്. ഞാൻ സദ്യ സ്പെഷ്യൽ തോരൻ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം യോജിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കേബേജ് ചേർത്ത് കൊടുക്കുക. കേബേജും ക്യാരറ്റും. ക്യാരറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു എന്നുള്ളൂ, അല്ലാണ്ട് മിക്സഡ് തോരനൊന്നുമല്ല. കുറച്ച് അങ്ങനെ അതിൽ കാണാറുണ്ട്, അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കേബേജ് മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഇത് ക്യാരറ്റ് ഒന്ന് ചീകി എടുത്തതാണ്, ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ചെറിയൊരു ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കടലപ്പരിപ്പും സവോളയും പച്ചമുളകും അതുപോലെ കടുക് പൊട്ടിച്ചതൊക്കെ അങ്ങനെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ക്യാബേജിന് അധികം വേവൊന്നുമില്ല, കുറേ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ നിൽക്കരുത്. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് ഈ ഒരു അളവിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ്. അത് ഞാൻ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ നോക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഞാൻ മൂടി വെച്ചു, ഇനി വേവിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരേ. 10 മിനിറ്റായി, ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കറക്റ്റ് വേവും ആയിട്ടുണ്ട്. ഇതാണ് പാകം. സദ്യ വിഭവങ്ങളിൽ വിളമ്പാൻ പറ്റിയ തോരൻ തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോരൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ പതിവ് പോലെ ഞാൻ പറയാണ്, പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ റെസിപ്പീസ് കാണാനും പരിചയപ്പെടാനും പറ്റും.
അതുപോലെ തന്നെ പഴയ കൂട്ടുകാർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ്. വേഗം തന്നെ പുതിയ റെസിപ്പിയായിട്ട് തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.